ഓടി വാ. അപ്പം ഇന്ന് എൻ്റെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ കാണിക്കാം. ഞാൻ ദേ ഇവിടെ കുക്കറിനകത്ത് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ചോറിൻ്റെ പണി ഈസി ആയിട്ട് കഴിയും. ഒറ്റ വിസിൽ എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആ വിസിൽ മുഴുവൻ മീൻസ് ആ ഒരു പ്രഷർ ഫുൾ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കൊഞ്ച് ക്ലീൻ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന തേങ്ങ അരച്ചൊരു പച്ചക്കറി വെക്കാനാണ്. സോ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലാക്കിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ഇവിടെ ഫ്രിഡ്ജിനകത്ത് വെറുതെ ഇരിക്കുമായിരുന്നു. പിന്നെ യൂട്യൂബൊക്കെ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചതുകൊണ്ട് ഒരു മെഴുക്കുവരട്ടി ആക്കാമെന്ന്. പിന്നെ പച്ചക്കായ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ്. എപ്പോഴും ഞാൻ വെക്കുന്ന തോരനാണ്. ഇന്ന് ഞാൻ അതും യൂട്യൂബിൽ കണ്ടതാണ്, പച്ചക്കായ കൊണ്ടൊരു ഫ്രൈ. അപ്പോൾ ഞാൻ അതിനും സെറ്റാക്കി വെച്ച് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൊഞ്ചിന് വേണ്ട തേങ്ങയാണ്, ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് അരിയൊക്കെ കഴുകി അടുപ്പിലാക്കട്ടെ, എന്നിട്ട് കാണാം. ഇത് പ്രസ്റ്റീജിൻ്റെ 5 ലിറ്റർ കുക്കറാണ്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കുക്കറിന് ആ ഒരു പ്രഷർ നിൽക്കുന്ന സമയം എല്ലാം വേരി ചെയ്യും. ഇത് ഭയങ്കരമായിട്ട് ചോറ് വെക്കാനൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊക്കെ കിട്ടും. നമുക്ക് ടൈം സേവിങ് ആണ് എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. സോ എനിക്ക് ഈ ഒരു കുക്കറിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഈസിയാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഞങ്ങൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഈ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കോസ്കോൻ്റെ ബ്രാൻഡാണ്, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് ഇതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ തന്നെ മസാല ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് കടന്ന് ഇച്ചിരി എണ്ണയിൽ കടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഞാൻ വീഡിയോസിൽ കണ്ടത് ഇതൊരു ഫിഷ് ഫ്രൈൻ്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുമെന്നൊക്കെയാണ്. അപ്പം ഇത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഒന്ന് സ്പീഡിൽ ഈ കൊഞ്ചിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. തലയുടെ പോർഷനും എൻ പോർഷനും കളഞ്ഞ് ഈസി ആയിട്ട് പൊളിച്ചെടുക്കും. ചെറിയൊരു തണുപ്പോടുകൂടി മീൻസ് ആ ഫ്രീസറിനടുത്ത് ചെറിയൊരു തണുപ്പോടുകൂടി ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് പൊളിച്ചെടുക്കാം. നമുക്ക് ഈ ബീഫൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം പെപ്പർ ക്രഷർ യൂസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നല്ല പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ നിൽക്കും. ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയാണ്. ക്യാപ്സിക്കം ഞാൻ മെഴുക്കുവരട്ടിയാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഞാൻ അതിൻ്റെ അകത്തൊരു മുട്ടയൊക്കെ ചിക്കി ചേർത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും. പിന്നെ അതേ നമ്മുടെ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നമ്മുടെ കൊഞ്ച് പച്ചക്കരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊഞ്ചും ഇട്ടതിന് ശേഷം അരപ്പ് ചേർക്കും. കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇടട്ടെ. നമുക്ക് കൊഞ്ചില്ലാണ്ട് ഈ സെയിം രീതിയിൽ നമുക്ക് പച്ചക്കറി വെച്ച് മാത്രം ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നോൺ വെജ് കഴിക്കാത്തൊരു ദിവസമാണെങ്കിൽ മീൻ കറിക്ക് പകരമാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ടേസ്റ്റിൽ കിട്ടും. നമ്മുടെ ലഞ്ചിന് കറിയും ചോറും ഒക്കെ സെറ്റായിട്ടുണ്ട്. കുത്തരി ചോറ് കുക്കറിൽ കുക്ക് ചെയ്തെടുത്തതാണ്. ഒന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പച്ചക്കായ ഫ്രൈ ചെയ്തെടുത്തതാണ്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ക്യാപ്സിക്കം മെഴുക്കുവരട്ടിയായിരുന്നു. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയി. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് അതിനെ ഒന്ന് ചിക്കിയെടുത്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു.
ഇത് നമ്മുടെ കൊഞ്ച് പച്ചക്ക് അരച്ച് വെച്ചതാണ്, തേങ്ങയൊക്കെ ചേർത്ത്. പിന്നെ നമ്മൾ തീയലിനാണെങ്കിൽ നമ്മൾ വറുത്തരച്ച് വെക്കും, ഇത് വറുത്തരയ്ക്കാതെ നോർമൽ തേങ്ങ അരച്ച് വെച്ചതാണ്. പക്ഷേ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ്ലി നോൺ വെജ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോൺ വെജ് ഒന്നും ഇടാതെ ഒരു ഫിഷ് കറീൻ്റെ ടേസ്റ്റിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ സമയം രാത്രി ആയിട്ടുണ്ട്. സ്നോഫോളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്നോഫ്ലേക്സ് നല്ല രീതിയിൽ വീണുകൊണ്ടിരിക്കുവാണ്. നാളെയൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയില്ല. നാളെ ഡ്യൂട്ടി ഉണ്ട്. രാവിലെ ഉറക്കം എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരിക്കും. നമുക്കൊന്ന് പുറത്തു പോയി കണ്ടാലോ? ഇതേ സ്നോഫ്ലേക്സ് ഇവിടെ മൊത്തം സ്നോ ആയിട്ടുണ്ട്. ഇതേ ഐസാണ്, ഐസ്. കണ്ടോ, എൻ്റെ കയ്യിലേക്ക് വീഴുന്നത് മൊത്തം സ്നോ ആണ്. പെട്ടെന്ന് തന്നെ വെള്ളമായി പോകുന്നു. അപ്പം ഞങ്ങൾ ലഞ്ചും കഴിച്ചു, ഡിന്നറും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് പുറത്തേക്ക് സ്നോഫോൾ കാണാൻ പോയി. പുറത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, കയ്യിൽ ഗ്ലൗ ഇട്ടിട്ട് പോലും നിൽക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി തണുപ്പാണ്, ഫ്രീസായി പോവുക പുറത്തേക്ക്. ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് എന്നിട്ടും ക്രിസ്മസ് ട്രീ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ കുക്കിംഗ് വീഡിയോ ഇതല്ലാണ്ട് ഏതെങ്കിലും UK പറ്റി എന്തെങ്കിലും അറിയാം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ആ വീഡിയോസ് ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.